എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സലിംകുമാറിന്റെ വീട്ടിൽ വന്ന നമ്മുടെ ടിനി ടോമിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ആ ഒരു മരണത്തിൽ പങ്കെടുത്ത കുറച്ചധികം മാധ്യമ പ്രവർത്തകരെയൊക്കെ കൂടുതലും യൂട്യൂബേഴ്സിനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സലിംകുമാറിന്റെ മകൻ ആട്ടി ഓടിച്ച ആ ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു പയ്യനെ 1% പോലും നമുക്ക് തെറ്റി പറയാൻ സാധിക്കുകയില്ല. ആ ഒരു പയ്യനായതുകൊണ്ട് അത്രയൊക്കെ നടന്നോളൂ എന്ന് തന്നെ വേണം പറയാനായിട്ടുള്ളത്. ഇന്നത്തെ കാലത്തെ ന്യൂജൻ പിള്ളേർ ആരെങ്കിലും ആണെങ്കിൽ ശരിക്കും പിടിച്ച് തള്ളി 2 പൊട്ടിച്ചും കൂടെ വിട്ടേനെ. കാരണം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ് തോന്നിയത്. അപ്പൊ പിന്നെ ആ ഒരു പയ്യന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും ആ ഒരു മരണ വീട്ടില് അവരുടെ അച്ഛന്റെ ഭൗതിക ശരീരമാണ്. അവർക്ക് അതിനോട് ചേർന്ന് നിൽക്കാനും അവസാനമായിട്ട് കണ്ടോണ്ട് നിൽക്കാനും ഒക്കെ അവർക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ ഇങ്ങനെ തള്ളി ഇടിച്ച് കയറുകയാണ്. ശരിക്കും അവർ ആ ഒരു ബോഡി, ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു ബോഡി കാണാൻ വരുന്ന ആളുകൾ അത് കണ്ടിട്ടങ്ങ് പോയാൽ പോരെ. അത് വീഡിയോ എടുത്ത് പിന്നീട് അവർക്ക് ആ ഒരു ചടങ്ങുകൾ പോലും നടത്താനായിട്ട് സമ്മതിക്കാത്ത രീതിയിൽ ഇടിച്ച് തള്ളി കയറുകയാണ്. ശരിക്കും ആ ഒരു രീതി ഒരിക്കലും ശരിയാണെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. വളരെ വലിയ തെറ്റ് തന്നെയാണ് സംഭവിച്ചത്. അതിന്റെ ഇടയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ടിനി ടോം സാധാരണ രീതിയിൽ നിൽക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. ഗണേഷ് പിഷാരടിയുടെ അടുത്തൊക്കെ നന്നായിട്ട് നിൽക്കുന്നത് കണ്ടു. അതുപോലെ ഇങ്ങനെ സലിംകുമാറിന്റെ ബോഡിയുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു. വേറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ മൈൻഡിന് എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം പിന്നീട് അദ്ദേഹം വളരെയധികം പൊട്ടി കരയുന്ന ഒരു ടിനി ടോമിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശരിക്കും അത് പക്ക അഭിനയമായിരുന്നു എന്നുള്ളത് ഏത് പട്ടിച്ചാത്തനും ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇദ്ദേഹം എന്തിനാണ് ഇത്രയധികം പൊട്ടിക്കരഞ്ഞെന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന അവിടെ കൂടിയിട്ടുള്ള ആളുകൾ ആരും ഇത്രയധികം പൊട്ടിക്കരഞ്ഞ് ഞാൻ കണ്ടില്ല. എന്തായാലും മൂക്കൊക്കെ ചീറ്റുന്നതൊക്കെ കണ്ടു. അത് ആരുടെ തലയിൽ വീണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ എന്തായാലും ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ, വെറുതെ അഭിനയിക്കുന്നതാണെന്ന് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ ഇന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർത്തുപോയത്. അത് മാത്രമല്ല, ശരിക്കും അവിടെ ഏറ്റവും അധികം വിഷമം തോന്നണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിവാദങ്ങളിൽ പെട്ട ഒരാൾ തന്നെയാണ് ദിലീപ്. ആ ഒരു നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായിട്ട് വിമർശിച്ചതും ഒക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു കാര്യം എടുത്തു പറയണം. ഈ പറയുന്ന ദിലീപിന് നല്ല വേദന ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്ന സമയവും അവിടെ നിന്ന നിൽപ്പ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരഭാഷ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വിങ്ങി പൊട്ടുന്ന ഒരു മനസ്സോടുകൂടി തന്നെയാണ് ദിലീപ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം ഈ ടിനി ടോമിന് അങ്ങനെ ഒന്നുമല്ല. പുള്ളിക്കാരൻ ഇപ്പോൾ മൊത്തത്തിൽ എയറിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിത്തിരി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടിയതാണ്. പക്ഷെ എന്ത് ചെയ്യാം, അതിനേക്കാളും ഏറിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊക്കെ കാണിക്കാതിരിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. കാരണം ഇതൊക്കെ കാണുന്നവർക്ക് പോലും അരോചകമായിട്ട് തോന്നുകയാണ്. മനഃപൂർവ്വം കാണിക്കുന്നത്, ചുമ്മാതെ കാണിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ശരിക്കും പെട്ടുപോയ സലിംകുമാറും അതുപോലെ തന്നെ ഈ പറയുന്ന ടിനി ടോമും തമ്മിൽ ഒരുപാട് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവർ തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നീട് ഇവരൊക്കെ ഇനി സ്റ്റേജ് ഷോയിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ നിൽക്കുന്ന മറ്റുള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന സലിംകുമാറുമായിട്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ആളുകളാണ്. അവർക്കൊക്കെ നല്ല വിഷമമുണ്ട്. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അത് അറിയാനും സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടി, ഞാൻ പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയും അതുപോലെ അട്ടഹസിച്ച് മാറി നിന്ന് ചിരിക്കുന്നത് കണ്ടു. ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ ചിരിയെക്കുറിച്ച് പറഞ്ഞ് പലരും വിമർശിച്ച സമയത്ത് ചിലരൊക്കെ വന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മരണ വീട്ടിൽ ചിരിക്കും, കരയും, അതിനൊക്കെ ഇപ്പൊ മറ്റുള്ളവർ പറയേണ്ട കാര്യം എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ അതിനെ പോലും ന്യായീകരിക്കുന്നത് കണ്ടു. വകതിരിവില്ലെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അപ്പനും അമ്മയാണ് ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. മരണ വീട്ടിൽ പോയാൽ എങ്ങനെ പെരുമാറണം, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രം എന്താണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ വീട്ടിലെ തന്നെ ചെറിയ പ്രായത്തിലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് പിള്ളേർക്ക്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാതെയൊക്കെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് അറിയില്ല മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. കൂടുതലൊന്നും പറയണ്ടല്ലോ. ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനു മുമ്പ് മരണ വീട്ടിൽ വന്ന് അട്ടഹസിച്ച് ചിരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ വലിച്ചു കീറി സോഷ്യൽ മീഡിയയിൽ ഒട്ടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. മറ്റേ യൂട്യൂബേഴ്സും ഒക്കെ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.